പഠിപ്പുകൾ. അതിലൊരു തരീഖത്തിന്റെ ആള് പറയുന്നുണ്ട്, ദുൽഹജ്ജ് 9-നല്ല നോമ്പെടുക്കണ്ട്. ദുൽഹജ്ജ് 9-ന് വെള്ളിയാഴ്ച അന്ന് പെരുന്നാളാകണം. എന്നിട്ട് 8-ന് വ്യാഴാഴ്ച മാത്രം നോമ്പെടുക്കണം. 8-ന് വ്യാഴാഴ്ച നോമ്പെടുക്കണമെന്ന് ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച നോമ്പെടുക്കൽ സുന്നത്താണ്. അതിന്റെ പുറമെ 8-ാമത്തെ ദിവസം പ്രത്യേകിച്ചും അറഫയിൽ ഈ കൊല്ലം ആളുകൾ ഒരുമിച്ച് കൂടിയ ദിവസമാണ്. അന്ന് നോമ്പെടുക്കൽ വളരെ കൂടുതൽ പുണ്യമുള്ളതാണ് ഒക്കെ ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ വെള്ളിയാഴ്ച നോമ്പെടുക്കാൻ പാടില്ല, അന്ന് പെരുന്നാളാണ്. പെരുന്നാളാകാതെ പെരുന്നാളാക്കാൻ പറ്റുമോ? ശനിയാഴ്ച പെരുന്നാളായവർ അവർക്ക് ദുൽഹജ്ജ് 9-ന്റെ നോമ്പ്, അറഫ നോമ്പ് അത് വെള്ളിയാഴ്ചയാണ്. മതത്തിന്റെ നിയമങ്ങൾ മാറ്റിമറിക്കുന്നവരാണ് വ്യാജ ത്വരീഖത്തുകാർ. അവരെ വല്ലാതെ ശ്രദ്ധിക്കണം. ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, ഓ നബിയെ, തങ്ങളെ ഒരു മഹത്തായ ശരീഅത്തിൽ നിയമവ്യവസ്ഥയിൽ നമ്മളാക്കിയിട്ടുണ്ട്. അത് തന്നെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകണം നബിയെ. വിവരമില്ലാത്തവരുടെ തടീച്ചക്കനുസരിച്ച് പറയുന്ന ഒന്നും ഫോളോ ചെയ്ത് പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങനെ ചെയ്യില്ലെന്ന് ഉറപ്പാണ്. നമ്മൾ പഠിക്കാൻ വേണ്ടി പഠിപ്പിച്ചതാണ് ഖുർആൻ. ശരീഅത്തിന്റെ നിയമങ്ങൾ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഇമാമിങ്ങളൊക്കെയും പറഞ്ഞത് അറഫയുടെ നോമ്പെടുക്കേണ്ടത് അത് ദുൽഹജ്ജ് 9-നാണ്. സുബ്ഹാനല്ലാഹ്, ചിലരെ വിഡ്ഢിത്തം കൊണ്ട് മതം പറയാണ്. ദുൽഹജ്ജ് 9 അവിടെ വ്യാഴാഴ്ചയല്ലേ, അപ്പൊ നമ്മള് അറഫ നോമ്പെടുക്കേണ്ടത് വ്യാഴാഴ്ചയല്ലേ? നല്ല കോളായി. മക്കയിൽ നോമ്പെടുക്കുമ്പോ നമുക്കവിടെ നോമ്പെടുക്കാൻ കഴിയൂലല്ലോ. കാരണം അവിടെ നോമ്പ് തുടങ്ങുമ്പോ നമ്മളെ ഇവിടെ ഏകദേശം 8:30-9 മണിയായിട്ടുണ്ടാവും. സുബിയാവും. ഇവിടെ സുബിയാവുമ്പോ അവിടെ 8:30 മണി, 8 മണി, 8:30 മണിയായിട്ടുണ്ടാവും. അപ്പൊ നമ്മളിപ്പോ നോമ്പ് തുടങ്ങും. അവിടെ നോമ്പുള്ള സമയത്ത് ഇവിടെ തുടങ്ങുകയാണെങ്കിൽ രാവിലെ നാസ്തയും കഴിച്ച് തുടങ്ങേണ്ടി വരും. ഇതുപോലെ അവിടെ നോമ്പ് മുറിക്കുന്ന സമയം നമ്മളിവിടെ മഗ്‌രിബ് കഴിഞ്ഞ് ഇശാവ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവിടെ നോമ്പ് മുറിക്കുന്നത്. നമ്മൾ നോമ്പ് മുറിക്കൽ അങ്ങോട്ട് നീട്ടിയേക്കാം. അതേപോലെ തന്നെ അവിടെ പകലായ സമയം ചിലപ്പോ അമേരിക്കയിൽ രാത്രിയായിരിക്കും. അവരെന്താ ചെയ്യുക? രാത്രി നോമ്പെടുക്കുക. ഒരു വിവരമില്ലാതെ മതം പറയാൻ ഇറങ്ങിയ കുറെ ആൾക്കാരുണ്ട്. പഠിച്ചവനവരെ സെറിൽ നിന്ന് മുസ്ലിമീങ്ങളെ കാക്കട്ടെ. ഒരു ചങ്ങാതി ഇങ്ങനെ പ്രസംഗിക്കുകയാണ്, ഷെയ്ഖ് പറഞ്ഞിരിക്കുന്നു മുറബിയായ ഷെയ്ഖാണ്. മുറബിയായ ഷെയ്ഖല്ല, മറം ഷെയ്ഖ്. അങ്ങനെയുണ്ടല്ലോ മുറബിയായ മശായിഖന്മാര്. അവര് എല്ലാ ശൈഖന്മാരുടെയും ഗുരുവര്യന്മാരായ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെയും അതുപോലെ 4 ഖുലഫാഉർ റാഷിദീങ്ങളെയും മറികടന്നുകൊണ്ട് ഒരു മുറബിയായ ശൈഖും ഒരു വിഷയവും ജനങ്ങളെ പ്രേരിപ്പിക്കാൻ വേണ്ടി പറയൂല. അതിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. ഇവിടെ അങ്ങനത്തെ ഷെറുകളൊന്നും ഇല്ലല്ലോ സുഹൃത്തുക്കളെ. അപ്പൊ ശറഇന്റെ നിയമം അനുസരിച്ച് സുന്നത്തായ നോമ്പുകളുണ്ട്. അറഫ നോമ്പ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞതും വരുന്നതുമായ ഒരു കൊല്ലത്തെ ദോഷം പുറത്തു പോകുന്ന നോമ്പാണ്. അതേപോലെ മുഹറം 10-ന് നോമ്പുണ്ട്, മുഹറം 9-ന് നോമ്പുണ്ട്, മുഹറം 11-ന് നോമ്പുണ്ട്. പ്രത്യേക സുന്നത്താണ് 3. അതുപോലെ അയ്യാമുൽ ബീദിന് നോമ്പുണ്ട്. എല്ലാ മാസവും 13, 14, 15-ന് നോമ്പ് പ്രത്യേകം സുന്നത്തുണ്ട്. അതുപോലെ വേറെയും ചില ദിവസങ്ങളുണ്ട്. തിങ്കളാഴ്ച പ്രത്യേകം നോമ്പ് സുന്നത്തുണ്ട്, വ്യാഴാഴ്ച പ്രത്യേകം നോമ്പ് സുന്നത്തുണ്ട്. അതേപോലെ ഏത് മാസവും 27, 28, 29, 30 ഉണ്ടെങ്കിലും 30 നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ചിലരുണ്ടല്ലോ റജബ് 27-ന് നോമ്പ് സുന്നത്തില്ല എന്ന് പറയുന്നു. ആര് പറഞ്ഞു? എല്ലാ മാസവും 27-ന് നോമ്പ് സുന്നത്ത്. അവനിങ്ങനെ റജബിൽ മാത്രം ഇല്ലാതിരിക്കുക? വിവരമില്ലാതെ പറയുന്നേ. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അങ്ങനെ നോമ്പ് സുന്നത്തുള്ള പല ദിവസങ്ങളും ഉണ്ട്. ചിലപ്പോൾ ഒരു നോമ്പിന് ഒന്നിലധികം അഡ്രസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ ഈ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ നോമ്പ്, ആ നോമ്പിന് 2 അഡ്രസ് ഉണ്ടായിരുന്നു. ഒന്ന് ദുൽഹജ്ജ് 8 എന്ന അഡ്രസ്, 3 അഡ്രസ് ഉണ്ടായിരുന്നു. 3 അഡ്രസ്സിൽ ഒരു അഡ്രസ് ദുൽഹജ്ജിന്റെ ആദ്യത്തെ 9 ദിവസവും നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ്, അങ്ങനെ ഒരു അഡ്രസ്. മറ്റൊന്ന് ദുൽഹജ്ജ് 8-ന് നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ്, അങ്ങനെ ഒരു അഡ്രസ്. വ്യാഴാഴ്ച നോമ്പെടുക്കൽ സുന്നത്താണ്, അങ്ങനെ ഒരു അഡ്രസ്. 3 അഡ്രസ് ഉണ്ടായിരുന്നു ആ നോമ്പിൽ.
അങ്ങനെ ചിലപ്പോൾ ഒന്നിലധികം അഡ്രസ്സുകൾ ഉണ്ടാവും, ചിലപ്പോൾ ഒറ്റ അഡ്രസ്. ഏതായിരുന്നാലും ശരി, നോമ്പ് സുന്നത്തായ ധാരാളം ദിവസങ്ങൾ, പ്രത്യേകം സുന്നത്തുള്ള ദിവസങ്ങൾ